അനുഗ്രഹാനന്തര കാലഘട്ടത്തിലും വിശ്വസ്തയോടെ സാഹചര്യം അനുകൂലമാകുമ്പോഴും അല്ലാത്തപ്പോഴും വിശ്വസ്തയോടെ ഉടമ്പടിയിലെ സുവിശേഷ സാക്ഷിയായി ജീവിക്കുവാൻ സഹായിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറ്റി മാറ്റി വെച്ചോണ്ട് പ്രാർത്ഥിക്കും. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എന്റെ കർത്താവേ, അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ രോഗമുള്ള ഇടങ്ങളിലേക്ക് ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശോയുടെ നാമത്തിലെ ശക്തി പടരട്ടെ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാം ദൈവികമായ ശക്തി പടരട്ടെ. മാരകരോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ, അവയവങ്ങള്, ത്വക്ക് രോഗങ്ങള്, PCOD രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, സർവ്വമാലിന്യങ്ങള്, സർവ്വമാരക രോഗങ്ങള് യേശുക്രിസ്തുവിന്റെ നാമത്തില് ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധനയിലൂടെ വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. സദയം തൊടണേ സുഖമായി എന്റെ സദയം തൊടണേ സുഖമായി ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഈ രാജ്യങ്ങളിലെല്ലാം ദൈവം ഒരു ഉടമ്പടി സമൂഹത്തിനെ തമ്പടിച്ച് താമസിപ്പിക്കുകയാണ്. ഞാൻ എല്ലാ രാജ്യങ്ങളിലും ചെന്നപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയത്, എല്ലാ രാജ്യങ്ങളിലും അയർലൻഡിൽ പോയി നമ്മളിപ്പോൾ 11 രാജ്യങ്ങൾ ഉടമ്പടി ധ്യാനം നടത്തി. അവിടെയെല്ലാം ഒരു വലിയ മലയാള സമൂഹം, ഉടമ്പടി സമൂഹം അവിടെ തമ്പടിച്ച് താമസിക്കുകയാണ്. യൂറോപ്പിൻ്റെ മാനസാന്തത്തിന് വേണ്ടിയും അത് വീണ്ടും റീബാപ്റ്റിസ് ചെയ്യപ്പെടാൻ വേണ്ടിയും നമ്മളെ ദൈവം മലയാള സഭയെ കർത്താവ് ഇന്ന് സ്വർഗം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈയടിച്ച് എപ്പോഴും അച്ഛനിലൂടെ ഇപ്പോൾ ഈശോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് വിഷയമാണ്? അനുതാപത്തിൻ്റെ വിഷയങ്ങളാണ്. ഈ അനുതാപവും ആത്മാഭിഷേകവും തമ്മിൽ കണക്റ്റഡാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മക്കളെപ്പോഴും ചെയ്യുന്നത്, സഹോദരങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ ജീവിത ആവശ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തുകയല്ലേ. അത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദി കവനന്റ് ബോക്സ്, ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഫോർ എവർ. നിങ്ങളത് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ നിങ്ങളുടെ കണ്ണുനീര്, നിങ്ങളുടെ ജീവിത ഭാരം കവനൻ്റ് ബോക്സിൽ ഈ വാഗ്ദാന പേടകത്തിൽ നിക്ഷേപിച്ചപ്പോൾ ഇറ്റ് ഈസ് ഗിവൻ ടു ദി ലോഡ്. കർത്താവിന് നമ്മൾ കൊടുത്തു. പിന്നെ നിങ്ങൾ അതുമായിട്ട് നടക്കരുത്, നിങ്ങളതോടെ നടക്കരുത്. അത് ശരിക്കും അത് സമർപ്പിച്ചിട്ട് പിന്നീട് നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യത്തിലാണ് വ്യാപൃതരാകേണ്ടത്. ഹൗ ടു ഗിവ് ജീസസ് ടു ദി വേൾഡ്. എങ്ങനെ ദൈവത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റും? ഇപ്പം ഞാൻ മുമ്പ് ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന നമ്മുടെ ഉടമ്പടി ഗ്രൂപ്പുകൾ ഇപ്പോഴ് ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ 25-ാം തീയതിയാണ് നമ്മുടെ ജവഹർലാൽ റാലിക്ക്
ഒപ്പം എല്ലാ രാജ്യങ്ങളിലും റാലി നടക്കുകയാണ്. എല്ലാ രാജ്യങ്ങളിലും. റോമിൽ തന്നെ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ധ്യാനിപ്പിച്ചത് വത്തിക്കാൻ്റെ നേരെ അടുത്ത അരികിലുള്ള ഒരു പള്ളിയിലാണ്, ഒരു ബസിലിക്ക പള്ളിയിലാണ്, ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ. അവിടെ ഞാൻ ചെല്ലുമ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ചെല്ലുമ്പോൾ ബസിലിക്ക നിറഞ്ഞ് കവിഞ്ഞ് ജനമാണ്. എന്താണ്? എല്ലാ പകുതിയോളം ആൾക്കാർ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരാണ്. ബാക്കിയുള്ളവർ ഉടമ്പടി എടുക്കാൻ വേണ്ടി ദാഹിച്ച് മോഹിച്ചിരിക്കുന്നതാണ്. ഒരു ഉടമ്പടി സമൂഹമാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞത് ഇതാണ്, സുവിശേഷമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസം കൈമാറ്റപ്പെടുകയും വിശ്വാസം അതും ജീവിക്കണം. വിശ്വാസം ഒരാളെങ്കിലും വിശ്വാസം ജീവിച്ചാൽ വിശ്വാസത്തിനുള്ള സംഭവിച്ച ദൈവം ആ വ്യക്തിയെ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങും. ഒരാളെങ്കിലും വിശ്വാസം ജീവിച്ചാൽ മതി. ഇപ്പം സോനായുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. അപ്പം സോനായുടെ വിഷയം എന്താണ്? നിങ്ങൾ വന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലാകും, നിങ്ങളൊക്കെ സോനയേക്കാൾ ഭാഗ്യവതികളാണ്. എന്താ കാര്യത്തിൽ ഇവർക്ക് സംഭവിച്ചത്, കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് 2 കുഞ്ഞുങ്ങൾ ജനിച്ച്. 2 കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഭർത്താവിന് ഡെങ്കിപ്പനി വന്നിട്ട് ശ്വാസതടസ്സം മൂലം ഒരു 6 കല്യാണം കഴിഞ്ഞ് 6-ാം മാസം 2 കുഞ്ഞുങ്ങൾ പൊടിക്കുഞ്ഞുങ്ങളുള്ളപ്പോൾ 6 കൊല്ലം മാത്രം ഇരിക്കുമ്പോൾ ഹസ്ബൻഡൊക്കെ മരിച്ചാൽ അവർ അതിജീവനം ഭയങ്കര പാടായിരിക്കും. അവർക്ക് എങ്ങനെ ജീവിക്കുമെന്നറിയാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ഇതിൻ്റെ കൂടെ ഇനി ഭാവി എന്താണ്? കാര്യം ഒരു മകനുണ്ട്, ആ അവന് എപ്പിലെപ്സിയാ. അവനെ ഇട്ടച്ച് ഒരിടത്തും ജോലിക്ക് പോകാൻ പറ്റത്തില്ല, ജീവിക്കുകയും വേണം. അവന് അപസ്മാരമാണ്. അപ്പോൾ അവന് ഇട്ടിട്ട് ഇനി ജോലിക്ക് പോയി ജീവിക്കണ്ടേ, 2 കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ. പക്ഷേ ഈ അപസ്മാര പഠിക്കുന്ന കൊച്ചിനെ എങ്ങനെ ഇട്ടച്ചും പോകും? അവൾക്കാണെങ്കിൽ നിരാശയും സങ്കടവും ഭാരവും ദൈവത്തോട് വെറുപ്പും. ഞാൻ നിന്നോട് എന്ത് അപരാധം ചെയ്തു? എനിക്കിത്രയും വലിയ ഞാൻ എങ്ങനെയാണ് ഈ കടങ്ങളുണ്ട്. ആ ഒരു പെങ്കൊച്ചുള്ളതാണെങ്കിൽ സംസാരിക്കണില്ല, വീടില്ല. ഇതൊക്കെ കേട്ട് നിങ്ങൾക്കൊന്നും തോന്നണില്ലേ? ഒരു സ്ത്രീക്ക് അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമമാണ്. അപ്പോൾ ഇവള് ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ അമ്മയോട് പറഞ്ഞ് എനിക്ക് ഡിപ്രഷനാണെന്ന് തോന്നണേ, കാര്യം എനിക്ക് ഭ്രാന്ത് പോലെ തോന്നണം. അപ്പോൾ അതുകൊണ്ട് എന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റ് കൊണ്ടുപോകും, അല്ലെ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ ഉദ്ദേശം അതല്ല. എന്താ അവളുടെ ഉദ്ദേശം? അവൾക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല. 10,000 രൂപ വെച്ച് മാസം വേണം. ചിട്ടിയല്ല, കടങ്ങളുടെ പലിശ കൊടുക്കണം. 10,000 രൂപ ഒരു മാസം. ഭർത്താവ് ഉള്ളപ്പോൾ ഇതെങ്ങനെ കൊടുത്തെന്ന് പോലും അറിയാൻ പാടില്ലായിരുന്നു. അതങ്ങനെ അയാൾ വേലയെടുത്ത് കൊടുത്ത് ഇവളെ അറിയിക്കാതെ കൊണ്ടുടക്കിയിരുന്നു. ഇപ്പം ഇതെല്ലാം ഇപ്പോൾ ഇവളുടെ പെടലിക്ക് വന്നു. നീ ഭർത്താക്കന്മാരെ കിട്ടുമ്പോഴൊക്കെ തെറി പറഞ്ഞാൽ ഓർക്കണം, അവരുള്ളപ്പോൾ നമ്മളിതൊന്നും അറിയത്തില്ല, ഇല്ലാത്തപ്പോഴായിരിക്കും വിവരം അറിയാൻ പോണത്. വളരെ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ചെയ്തപ്പോൾ ഇവള് മരിച്ചായി. പിള്ളേർക്ക് ഉറക്ക ഗുളിക കൊടുത്തിട്ട് അവർ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഉറക്ക ഗുളിക കഴിച്ച് മരിക്കാം, അങ്ങനെയാണ് അവർ വിചാരിക്കുന്നത്. പിള്ളേർക്ക് ആദ്യം ഉറക്ക ഗുളിക കുഴിച്ച് പക്ഷെ ഉറക്ക ഗുളിക കിട്ടത്തില്ലല്ല. അതുകൊണ്ട് അവളുടെ അമ്മയോട് പറഞ്ഞ് എന്നെ ഒരു സൈക്കാട്രിസ്റ്റ് അടുത്ത് കൊണ്ടുപോകണമെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് സൈക്കാട്രിസ്റ്റ് ഉറക്ക ഗുളിക കുറിക്കും. അപ്പോൾ അത് വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം, അവക്കും കഴിക്കാമെന്ന് പറഞ്ഞാണ് ഗൂഢലക്ഷ്യമാണ് ഈ അമ്മയും കൊണ്ട് പോണത്. അങ്ങനെ സൈക്കാട്രിസ്റ്റ് അടുത്ത് പോകും. പക്ഷേ അമ്മക്ക് ഉറക്കമൊക്കെ ഉണ്ടോയെന്ന് ഇവളോട് ചോദിക്കുമ്പോൾ അമ്മ കയറി പറയും നല്ല ഉറക്കമുണ്ടെന്ന് പറയും. മാതാവ് ഇടപെടുന്ന രീതി, ദൈവം ഇടപെടുന്ന കാര്യമുണ്ടല്ലോ. നമ്മൾക്ക് നമ്മളെ വേണ്ടെന്ന് പറഞ്ഞാലും
ദൈവത്തിന് നിന്നെ വേണം. കൈയടിക്കട്ടെ, സ്തുതികളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താന്ന് നോക്കാം, ഒരു 10 ഡേയ്സിനുള്ളിൽ കണ്ടേക്കാൻ പറഞ്ഞു. എന്നാലും വീട്ടിൽ വന്നതും ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ടപ്പോൾ ECG എടുക്കാൻ പറഞ്ഞു. എക്കോ, ബ്ലഡ് ടെസ്റ്റ് ഇങ്ങനെയൊക്കെ എടുത്തപ്പോൾ വേരിയേഷനുണ്ട്, ആൻജിയോ ചെയ്യാമെന്ന് പറഞ്ഞു. ആൻജിയോ ചെയ്തപ്പോൾ ബ്ലോക്ക് ഉണ്ട്, ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് സ്റ്റെൻറ്റ് വെക്കണം. ഇത് 90% ഉണ്ട്, ഇത് കുറേ ബ്ലോക്ക് ഉണ്ട്, അതിൽ ഇത് ഒരെണ്ണം മെയിനാണ്, ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ശരി, ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്ത് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ICUവിലും വന്നു. ICUവിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറായില്ല, വീണ്ടും ഭയങ്കര നെഞ്ചുവേദനയും എന്തെന്നറിയാൻ പറ്റാത്ത വിധത്തിൽ ഭയങ്കര പ്രശ്നം. ഡോക്ടർമാർ ഓടുന്നു പിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർമാർ പറയുന്നു ഇതുപോലെ സ്റ്റെൻറ്റിനകത്ത് ബ്ലോക്കായി, ഇമ്മീഡിയറ്റായിട്ട് വീണ്ടും ഇത് വന്ന് പ്രൊസീജിയർ ഒന്ന് ചെയ്യണം എന്നും പറഞ്ഞിട്ട് റിസ്ക്കാണ്, ക്രിട്ടിക്കലാണ്, റിസ്ക്കാണ് എന്നും പറഞ്ഞ് എൻ്റെ അടുത്തും മോൻ്റെ അടുത്തൊക്കെ സൈൻ മേടിച്ചുകൊണ്ട് പോയി. ഞാൻ അവിടെ നിന്ന് എൻ്റെ കയ്യിൽ എപ്പോഴും കാശ് രൂപം ഉടമ്പടി തൈലവും ഉണ്ടാവും. ഞാൻ കാശ് രൂപം നെറ്റിക്ക് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. പ്രൊസീജിയറിന് കാത്തലാബിൽ കയറുന്ന മുന്നേ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു എന്താണെന്നറിയില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ നീ സഞ്ചാരി മാതാവല്ലേ, ഇവിടെ വരുമ്പോൾ എൻ്റെ ഭർത്താവ് വണ്ടി ഓടിച്ചുകൊണ്ടല്ലേ വന്നത്, എനിക്ക് അതുപോലെ തിരിച്ചു കിട്ടണം, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാനാവില്ല എന്ന് അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ, അമ്മയും മകനും തന്നെ എനിക്ക് ഈ കാര്യങ്ങൾ സാധിച്ചു തരണം എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് പുറത്തിരുന്നപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ കളർ ഡ്രസ്സിട്ട ഒരു ലേഡി അകത്തോട്ട് പോകുന്ന കണ്ടു. പക്ഷേ ഞാനപ്പോൾ അത് ശ്രദ്ധിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ കുറേ ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്, ഓക്കെ എന്ന് പറഞ്ഞ് വിട്ടു. കുറച്ച് കഴിഞ്ഞ് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ ഞങ്ങളെ വിളിച്ച് ഇതുപോലെ പാഷൻ കുഴപ്പമില്ല, നിങ്ങൾ വന്ന് കണ്ടോളെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞ് അകത്ത് കാണാൻ പോയപ്പോൾ ഈ നീല ഉടുപ്പിട്ട ഒരാളെപ്പോലും അവിടെ കണ്ടില്ല. എല്ലാവരും ഡാർക്ക് ബ്ലൂ, ബ്ലാക്ക് അങ്ങനെയുള്ള ഉടുപ്പുകളാണ് ഇട്ടിരുന്നത്. ഈ നീല ഉടുപ്പിട്ട ഒരാളെപ്പോലും അവിടെ കണ്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി മാതാവാണ് അവിടെ വന്ന് എൻ്റെ ഭർത്താവിനെ, സഞ്ചാരി മാതാവ് അവിടെ വന്ന് എൻ്റെ ഭർത്താവിനെ എൻ്റെ കയ്യിലേൽപ്പിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർമാർ പറഞ്ഞു 6 മാസം ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റെൻറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ ക്രിയേറ്റിൻ കൂടി, കിഡ്നി പ്രശ്നം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അന്ന് തൊട്ട് നെറ്റിക്കും വയറിനും നെഞ്ചിനും എല്ലാം കുരിശ് വരച്ച് ദിവസം പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2-ാം മാസത്തിൽ കാർ ഓടിക്കാൻ പറ്റി. ഇപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കാണ് അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. മാതാവ് കൂടുതൽ എന്നെ രക്ഷിച്ചു, എനിക്ക് അനുഗ്രഹങ്ങൾ തന്നു. അതുപോലെ എൻ്റെ അമ്മ എന്ന് വെച്ചാൽ ചേട്ടൻ്റെ അമ്മയ്ക്ക് വന്ന് ആധാർ കാർഡ് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആധാർ കാർഡ് എടുക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് അമ്മ നാട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ കോയമ്പത്തൂർ വന്നപ്പോൾ കൊറോണയുടെ സമയം എടുക്കാൻ പറ്റിയില്ല. ഇതെല്ലാം കഴിഞ്ഞ് ആധാർ എടുക്കാൻ പോകുമ്പോൾ വോട്ടർ ID, കളർ വോട്ടർ ID വേണമെന്ന് പറഞ്ഞ് കളർ വോട്ടർ ID ആയിട്ട് പോകുമ്പോൾ അവിടെ നോക്കുമ്പോൾ അമ്മ 2 ട്രിപ്പായിട്ട് വോട്ടിടാത്തതുകൊണ്ട് വോട്ടർ ID വന്ന് ക്യാൻസലായിപ്പോയി, അത് പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ വോട്ടർ ID എടുക്കാൻ പോകുമ്പോൾ ആധാർ വേണമെന്നുണ്ടെങ്കിൽ വോട്ടർ ID വേണം, വോട്ടർ ID വേണമെങ്കിൽ ആധാർ. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നവംബർ 4-ാം തീയതി അമ്മയുടെ വോട്ടർ IDയുടെ ആപ്ലിക്കേഷനിൽ അമ്മയുടെ തൈലം കൊണ്ട് കുരിശ് വരച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കൊണ്ടുപോയി കൊടുത്തു. അത് ഡിസംബർ 18-ാം തീയതി അപ്രൂവലായി വന്ന് 20-ാം തീയതി അതും കൊണ്ടുപോയി കൊടുത്ത് ആധാർ കാർഡ് എടുക്കാൻ പറ്റി. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഗവൺമെൻറ്റിലിരുന്ന് ഒരു സർക്കുലർ പാസ്സായിരിക്കുന്നു. ഈ 15 വയസ്സ് കഴിഞ്ഞ് ഇനി ആധാർ എടുക്കും, 1-ാം തീയതി തൊട്ട് ആധാർ എടുക്കാൻ വരുമെന്നുണ്ടെങ്കിൽ അവർക്ക് പാസ്പോർട്ട് എടുക്കുന്ന ലെവലിൽ അന്വേഷണങ്ങളുണ്ടാകും, പോലീസ് വെരിഫിക്കേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും എന്നും പറഞ്ഞായിരുന്നു. അതിലും എൻ്റെ അമ്മ മാതാവ് അവിടെ ഇടപെട്ട് എനിക്ക് മുന്നം പോയി നിന്ന് തടസ്സങ്ങളൊക്കെ മാറ്റി ഗവൺമെൻറ്റിൽ
ഇരുന്ന് എനിക്ക് മേടിച്ചു തന്നു. അതിനും അമ്മയ്ക്ക് നന്ദി. പിന്നെ എൻ്റെ മകളുടെ അമ്മായിയമ്മയ്ക്ക് ഡിസംബർ 23 ഒരു കഥപ്പലും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർക്ക് ആൻജിയോ ചെയ്ത് നോക്കിയപ്പോൾ 7 ബ്ലോക്കുണ്ട്. അതിൽ 3 ബൈപ്പാസ് ചെയ്തേ പറ്റുള്ളൂ, ഇമ്മീഡിയറ്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അവർക്കാണെങ്കിൽ പേടി. ഞാനും പറഞ്ഞു പ്രാർത്ഥിച്ച് അമ്മ കൈ കൂടെ ഉണ്ടാകും പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് അവരെ സമ്മതിപ്പിച്ച് ഓപ്പറേഷന് കയറ്റി. 8 മണിക്കൂറത്തെ ഓപ്പറേഷനായിരുന്നു. അത് കഴിഞ്ഞ് അവർ ICUവിൽ വന്നു കഴിഞ്ഞിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. 48 hours വന്ന് ക്രിട്ടിക്കലാന്ന് പറഞ്ഞു. അതൊക്കെ തരണം ചെയ്ത് അവർ 9-ാം ദിവസം വീട്ടിലോട്ട് വന്നു. 12-ാം ദിവസം പള്ളിയിൽ കുർബാന കാണാൻ അവർ തന്നെ നടന്നു പോയ അത്രയ്ക്കും അമ്മ അവിടെ അത്ഭുതം നടത്തി. പിന്നെ ഞാനാണെങ്കിൽ പത്രം മേടിച്ചുകൊണ്ട് പോകുന്നത് ഹോസ്പിറ്റലുകളിലും, ഗവൺമെൻറ് ഹോസ്പിറ്റല്, ബസ് സ്റ്റാൻഡ്, പിന്നെ ഈ കോർട്ടിൻ്റെ വാതിക്കൽ, പള്ളികളിൽ, വീടുകളിൽ എന്നെക്കൊണ്ട് എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ പ്രാർത്ഥിച്ച് തന്നെ കൊടുക്കും. ഈ ഓരോ പത്രത്തിലിരുന്നു എനിക്ക് ഒരാളെങ്കിലും അമ്മയുടെ വിശ്വാസത്തിൽ വന്ന് വളരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെ കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ ഞാൻ ഹോസ്പിറ്റലിൽ രോഗികളെ കാണാൻ പോകുമ്പോൾ എൻ്റെ അവിടെ രോഗികളെ കണ്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് വന്ന് ഒരാൾ ലോറി മേത്ത് കയറിയിട്ട് ഫുഡ് പോലും ട്യൂബ് വഴിയാണ് കയറ്റിക്കൊണ്ടിരുന്നത്. അവർക്ക് ഫുഡ് പോലും ഇറക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലിരുന്നപ്പോൾ ഞാൻ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ച് അവർക്ക് പത്രം കൊടുത്തേച്ചും പോന്നു. പിറ്റേ ദിവസം അവരെന്നെ കണ്ടിട്ട് ഉടനെ വന്ന് എൻ്റെ മകന് വേണ്ടി ഒന്നുകൂടി പ്രാർത്ഥിക്കുക, അവൻ ഇന്നലെ കൈ അനക്കി കാലനക്കി എന്നൊക്കെ പറഞ്ഞു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ട്യൂബ് എടുത്ത് മാറ്റി അവർക്ക് ഫുഡ് നേരിട്ട് കൊടുക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 8-ാം ദിവസം അവർ പറഞ്ഞു ഇതുപോലെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നത് വേണ്ടാന്ന് പറഞ്ഞു, ഫിസിയോ മാത്രം ചെയ്താൽ മതി എന്നും പറഞ്ഞ് 10-ാമത്തെ ദിവസം അവരെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് അയച്ച് ഇപ്പോൾ ആ മകൻ നല്ലതായിട്ടിരിക്കുന്നു. അവരും ഈ പള്ളിയിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാതാവിനെ വന്ന് കണ്ട് മാതാവിന് സാക്ഷിയായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവമാതാവ് എനിക്ക് തന്ന സകല ഇതിനും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അല്ലാതെ ഇപ്പോൾ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ എനിക്ക് പണ്ട് ബൈബിൾ വായിക്കുന്ന അത്രയും ഇൻട്രസ്റ്റ് ആയിട്ട കാര്യമൊന്നുമല്ല, ചുമ്മാ പേരിന് വായിക്കും, മനസ്സിലാക്കത്തില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, എന്ത് വായിച്ചാലും വായിക്കുന്ന ആ കാര്യങ്ങൾ ഓരോന്നും മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് അമ്മ മാതാവ് എനിക്ക് തന്നു. പിന്നെ ഞാൻ ഏത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ വിഷമിച്ചിരിക്കത്തൊന്നുമില്ല. ഞാൻ പറയും അമ്മ മാതാവ് നോക്കിക്കോളും. അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അമ്മ മാതാവ് നോക്കിക്കോളും. അമ്മ മാതാവില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. എൻ്റെ ഒറ്റ പ്രാർത്ഥന എപ്പോഴും മനുഷ്യനാൽ കൂടാത്ത എല്ലാം ദൈവത്താൽ കൂടും. ഇത് മാത്രം ഞാൻ ഒരു ചൊല്ലിക്കൊണ്ടേയിരിക്കും. എൻ്റെ ഒറ്റ പ്രാർത്ഥനയായിട്ട് നിർത്തുന്നത് മനുഷ്യനാൽ കൂടാത്തത് ദൈവത്താൽ കൂടും, ദൈവത്താൽ കൂടും. ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഇത്രയും നേരം ഇത് പറയാൻ സമ്മതിച്ച ദൈവമാതാവിന് കോടാനുകോടി നന്ദി. എനിക്ക് ഈ അൾത്താരയിൽ കയറി ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാനുള്ള ദൈവാനുഗ്രഹം തന്നതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ 2021 ഉടമ്പടി എടുത്തതാണ്. ഞാനിപ്പോൾ സാക്ഷ്യം പറയാൻ വന്നത് എൻ്റെ മോന് വേണ്ടിയാണ്. എൻ്റെ മോൻ 2019 MBBS സ്റ്റുഡൻ്റാണ്. 21 അവന് ഈ 3rd ഇയറിലെ പരീക്ഷയ്ക്ക് അവന് 2 പേപ്പർ ഓഫ്താൽമോളജിയും കമ്മ്യൂണിറ്റി മെഡിസിനും 1 മാർക്കും 2 മാർക്കുമായിട്ട് തോറ്റുപോയി. അത് പേപ്പർ റീകൗണ്ടിങ്ങിന് വേണ്ടി എടുത്തപ്പോൾ ഓഫ്താൽമോളജിയിലെ ഒരു ആൻസർ ടീച്ചേഴ്സ് കറക്റ്റ് ചെയ്തിട്ടില്ല. അതേപോലെ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെയും കറക്റ്റ് ചെയ്തിട്ടില്ല. അത് ഞങ്ങൾ പറഞ്ഞപ്പോഴേക്കും മോനത് റിപ്പോർട്ട് ചെയ്തപ്പോഴേക്കും പിന്നെ അവർക്ക് നോക്കി 2ാമത് മാർക്ക് ഇടാനായിട്ട് വലിയൊരു ബുദ്ധിമുട്ട് പോലെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇയർ ബാക്ക് ആകുമല്ലോ എന്ന് പേടിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പുതിയൊരു റൂള് ഗവൺമെൻറ് ഉണ്ടാക്കി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ റൂള് വന്ന് തിയറിക്ക് പണ്ട് കൊറോണയ്ക്ക് മുമ്പ് തിയറിക്ക് 40%, പ്രാക്ടിക്കലിന് 60% ആയിരുന്നു. അത് കൊറോണയ്ക്ക് ശേഷം തിയറിക്ക് 50%, പ്രാക്ടിക്കലിന് 50% മാർക്ക് വേണമെന്നായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച ഒരു റൂള് വന്നു. പഴയതുപോലെ 2019 കയറിയ പിള്ളേർക്ക് 3ാമത്തെ വർഷത്തേക്ക് മാത്രം 40%, 60% എടുക്കാമെന്ന്. അങ്ങനെ വന്നപ്പോൾ മോൻ പാസ്സായി. ഈ വ്യാഴാഴ്ച പുതിയ മാർക്ക് ലിസ്റ്റ് വന്ന് മോൻ പാസ്സായതായിട്ട് മാർക്ക് ലിസ്റ്റ് വന്ന്
പിന്നെ എൻ്റെ ഇതിന് ഞാൻ നന്ദി പറയുന്നു, ഒത്തിരി നന്ദി പറയുന്നു മാതാവിന്. അത്രമാത്രം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു മോനെ ഇനി എല്ലാ പിള്ളേരും പാസ്സായി പോകുമ്പോൾ ഇവന് മാത്രം വിഷമം വരില്ല എന്നോർത്ത്. പിന്നെ എൻ്റെ മോൾക്ക് കഴിഞ്ഞ ജൂണിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി. ഇവൾ ഓടിച്ച സ്കൂട്ടറിലോട്ട് വന്ന് ബസ് വന്ന് ഇടിച്ച്, എന്നിട്ട് മിറർ വന്ന് ബസ്സിൻ്റെ ഇടിച്ചുകൊണ്ട് വണ്ടി തെറിച്ച് ഇവളും അതിൽ നിന്ന് തെറിച്ച് ടയറിൽ വന്ന് മുട്ടി. ഇവൾ റോഡിലോട്ട് തെറിച്ച് വീണ്. ദൈവാനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ അതിന് മുമ്പ് ഞാൻ 2 ആഴ്ച മുമ്പ് മാതാവിന് ഞാനിങ്ങനെ ഒരു വഴിയിലിങ്ങനെ മാതാവ് നിൽക്കണതായിട്ട് ഞാൻ കാണുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മാതാവ് എന്തോ സംഭവിക്കാൻ പോകണമെന്ന് എൻ്റെ മനസ്സിൽ നന്നായിട്ട് അറിയാമായിരുന്നു.